NCP ജില്ലാ കമ്മിറ്റി KDPയിൽ ലയിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് വിളയിൽ സുരേന്ദ്രനും സംഘവും. എന്നാൽ വിളയിൽ സുരേന്ദ്രന്റെ കൂടെയുള്ളത് ആകെ 5 പേർ മാത്രമാണെന്നും കഴിഞ്ഞ 4 മാസമായി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണെന്നും ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ലയിക്കുമെന്നാണ് ഭാരവാഹികളായ പ്രസിഡന്റ് വിളയിൽ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ PP സുബ്രഹ്മണ്യൻ, P ശാന്തിപ്രകാശ്, സംസ്ഥാന സെക്രട്ടറി പ്രസാദ് എടക്കര, NYC ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റൌഫ് വിളയിൽ എന്നിവർ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ BJPയുടെ കൂടെ അല്ലാതെ പറയും ചെയ്യാം. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെയാണെന്ന് പറയും ചെയ്യാം. നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇടതുപക്ഷ മുന്നണി ഞങ്ങൾക്ക് ഒരു പരിപാടിക്കും കൂടുന്നില്ല, ഒരു കമ്മിറ്റിയിലും നമ്മൾ അടുപ്പിക്കുന്നില്ല, മുന്നണി യോഗത്തിൽ ഞങ്ങൾ വിളിക്കുന്നില്ല. യഥാർത്ഥ NCP യഥാർത്ഥത്തിൽ അജിത് പവാറിന്റെ NCP ആണ് യഥാർത്ഥ NCP എന്ന് കോടതി വരെ പറഞ്ഞതാണ്. പണം ഞങ്ങൾ തരും. ദേശീയ തലത്തിൽ BJPക്കും കേരളത്തിൽ LDFനുമൊപ്പം നിൽക്കുന്ന ഇരട്ട നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്നും ഇവർ പറഞ്ഞു. മലപ്പുറത്ത് ചേർന്ന NCP ജില്ലാ ഭാരവാഹികളുടെയും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരുടെയും പോഷക സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. ലയന സമ്മേളനം ഡിസംബർ 2ാം വാരത്തിൽ കൊണ്ടോട്ടിയിൽ നടത്താനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം വിളയിൽ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. വിളയിൽ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണ്. കഴിഞ്ഞ 4 മാസമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നും മാറി ചാക്കോയോടൊപ്പം ചേരുകയും മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന വ്യക്തി പിന്നീട് ഞങ്ങളുടെ കൂടെ കൂടുകയും മലപ്പുറം ജില്ലാ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസിലുള്ളപ്പോൾ മുതൽ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചതുമൂലം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ജബ്ബാർ സാഹിബും 4 മാസം മുൻപ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന മലപ്പുറത്തെ INTUCയുടെ ട്രേഡ് യൂണിയൻ ഓഫീസിൽ നേരിട്ട് ചെന്ന് പാർട്ടിയുടെ ട്രേഡ് യൂണിയനായ NLCയുടെ ഓഫീസാക്കി മാറ്റണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതിനായി സമയം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വരുമാനമാർഗം നിലയ്ക്കുമെന്നതിനാലും ഓഫീസ് സൗകര്യം നഷ്ടപ്പെടുമെന്നതിനാലും NLCയുടെ ട്രേഡ് യൂണിയൻ ഓഫീസാക്കി മാറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആർക്ക് വോട്ട് ചെയ്യണം, ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം, ഏത് മുന്നണിയുടെ കൂടെ നിൽക്കണം എന്ന് പറയാനും തീരുമാനിക്കാനും ഈ സംസ്ഥാന കമ്മിറ്റിക്ക് നമ്മൾ ഈ കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന RDC അദ്ദേഹം നേരത്തെ NCP വളർന്നുപോയ ആളാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മാത്രമല്ല അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ കൊണ്ടോട്ടിയിൽ ഒരു ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് ചുരുങ്ങിയത് 10 പേരെങ്കിലും ആവശ്യമായതിൽ 5 പേരുടെ മെമ്പർഷിപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് നൽകാനായത്. സ്വന്തം മെമ്പർഷിപ്പ് നിലനിൽക്കുന്ന കൊണ്ടോട്ടി ബ്ലോക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്തതിനാൽ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം വീണ്ടും പുതിയ ലാവണ്യം തേടിപ്പോകുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഈ വരുന്ന 24-ന് മലപ്പുറത്ത് വെച്ച് നടത്തുകയാണ്. മലപ്പുറത്ത് NCPയിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ സ്ഥിരമായി ഓരോ പാർട്ടിയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ശ്രീ വിളയിൽ സുരേന്ദ്രൻ്റെ കൂടെ ആകെ 5 പേർ മാത്രമാണ് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യമെന്നും NA മുഹമ്മദ് കുട്ടി പറഞ്ഞു.